എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ KSRTCയെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നാം ആനവണ്ടി എന്ന് ഒരു പരിഹാസ രൂപേണ പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സ്ഥിരരെക്കുറിച്ചാണ്. നമുക്കറിയാം, രാത്രിയും പകലും വിശ്രമമില്ലാതെ യാത്രക്കാരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ആരും ഹൈലൈറ്റ് പറയാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഇറങ്ങിപ്പോകുന്നു. ഒരു വ്യക്തികളും ഉണ്ടായില്ല ആ കണ്ടക്ടറിനോടോ ഡ്രൈവറിനോ താങ്ക്സ്, നല്ല ഡ്രൈവിംഗ് ആയിരുന്നു, കൊള്ളാം, ഒരു വാക്ക് പറയാൻ അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അനുഭവത്തിൽ. എന്നാൽ അങ്ങനെ ആയിരിക്കരുത്. നമുക്ക് ഈയിടയ്ക്ക് നാം അറിഞ്ഞൊരു വസ്തുതയാണ്, എറണാകുളത്ത് നിന്നും ചേർത്തല ഭാഗത്തേക്ക് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സിൽ ഒരു ചെറുപ്പക്കാരി സ്ത്രീ അവർ ബസ്സിൽ കയറി ഏതാണ്ട് ചേർത്തല എടുത്തപ്പോൾ അവർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയും. ഏതാണ്ട് അപ്പോൾ അർദ്ധരാത്രിയായി, തനിച്ചായിരുന്നു. ബസ് നിർത്തി. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ രാത്രി ആരെങ്കിലും കൂട്ടിപ്പോകാൻ വരുമോ? വീട്ടിൽ നാട് വരും. പക്ഷേ എങ്കിലും എന്തോ ദയാലുവായ കണ്ടക്ടർ കുറച്ച് ഒരു നിമിഷം ബെല്ലടിച്ചില്ല. ഒന്ന് വെയിറ്റ് ചെയ്തപ്പോഴും ഇവർ തനിച്ചായിരുന്നു. അവരെ റിസീവ് ചെയ്യാൻ ആരും എത്തിയില്ല. അർദ്ധരാത്രിയാണ്, സമയം, ഹൈവേ ആണ്, ഒന്ന് ഓർക്കണം. സുരക്ഷിതമില്ലാത്ത ഒരു നാടായിരുന്നു. ഇപ്പോഴൊന്നും അറിയില്ല, ഇനി മാറിയാൽ ഭാഗ്യം. പക്ഷെ എങ്കിൽ തന്നെയും കണ്ടക്ടർ ഡ്രൈവറോട് വിവരം പറയും, ഇങ്ങനെയാണ് അവർ കുട്ടി തനിച്ചിറങ്ങിപ്പോയി, എന്തോ ആരും റിസീവ് ചെയ്യാൻ വന്നില്ല, ശകലം ഒന്ന് വൈകിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തീർന്നില്ല. വീണ്ടും ആ ഡ്രൈവർ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ യാത്രക്കാരോട് ചോദിച്ചു, ഇങ്ങനൊരു കുട്ടി ഇറങ്ങിപ്പോയി, അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് കരുതിയെങ്കിലും ആരും കണ്ടില്ല, അത് തനിച്ചാണ്, നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? യാത്രക്കാരെല്ലാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു സന്തോഷത്തോടെ. അങ്ങനെ അവർ നോക്കി. 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പാസഞ്ചറിന് റിസീവ് അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. എന്ത് നല്ലൊരു കാര്യമാണ് ചെയ്തില്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറവിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഒരു ബസ് അവിടെ ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നു. ആ കൊച്ചിന് എന്തെങ്കിലും സ്വർണ്ണം കൂടെ വല്ലതുണ്ട്, അത് പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ മടിക്കാത്ത ഒത്തിരി മോശമായ ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനവധിയുണ്ട്. പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഇപ്പോൾ ലഭ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ കാരണം കുറച്ചൊരു ശമനം കുറഞ്ഞതായി തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് കുറവുണ്ടാകും, എല്ലാം തീർന്നു കിട്ടും എന്ന് നമുക്ക് ആസ്വദിക്കാം. ഇനി പ്രധാനമായി പറയാനുള്ളത്, ഈ ഡ്രൈവറും കണ്ടക്ടറും ഈ പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ടുള്ള യാത്ര ചെയ്യുമ്പോൾ അന്തി ഉറങ്ങുന്ന അവരുടെ മാതാപിതാക്കളും മക്കളും ഭാര്യയും ഒക്കെ സ്വന്തം ഭർത്താവിനെയും കാത്തിരിക്കുന്നവരാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താൻ വേണ്ടി ഈ ദൂരത്തേക്കുള്ള യാത്രകൾ, എത്രയോ കിലോമീറ്റർ അവർ യാത്ര ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒപ്പം ഈ ഡ്രൈവർ എത്ര ജീവനുകൾ, അവരുടെ സുരക്ഷിതത്വം കണക്കാക്കിയാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ റോഡുകൾ അത്ര കണ്ട് ഗുണമല്ല. പലയിടത്തും വർക്കുകൾ നടക്കുന്നുണ്ട്. കുന്നും കുഴിയും ഒക്കെ ഉള്ള റോഡിൽ കൂടി യഥാസമയം വണ്ടി ഡ്രൈവ് ചെയ്ത് എത്തേണ്ടിയിരിക്കുന്നു. ചില സമയത്തും കൂടുതൽ വേഗതയിൽ ഓടണം, ചിലപ്പോൾ സഡനായിട്ട് ബ്രേക്ക് ഇടേണ്ടി വരും, അങ്ങനെയുള്ളത്. പക്ഷേ
എങ്കിൽ തന്നെ ഉറക്കമൊഴിച്ച് ഈ പോണ ഈ പാവം പിടിച്ച ഡ്രൈവറെക്കുറിച്ച്, ഡ്രൈവറിനോടൊപ്പം കൂട്ടായി നിൽക്കുന്ന കണ്ടക്ടറിനെക്കുറിച്ച് നാം ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ആരെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ടത്, നമ്മുടെ യാത്ര അവസാനിക്കുമ്പോൾ ഒന്ന് പറയണം, ഡ്രൈവർ താങ്ക്സ്. ഒപ്പം നമ്മുടെ കണ്ടക്ടറോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി വളരെ വലുതായിരിക്കും. അവർക്ക് 1000 രൂപ 5000 രൂപ സാലറി കൂട്ടി കിട്ടുന്നതിലല്ല, പക്ഷേ ഒരു പാസഞ്ചേഴ്സ് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പം അവർക്ക് കിട്ടുന്ന പ്രചോദനം, അവരുടെ സ്പിരിറ്റ്, ആ സന്തോഷം, ആ ആത്മനിർവൃതി അവർ വളരെ വലുതായിട്ട് കാണും. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഹായ് കൊള്ളാമായിരുന്നു, താങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അവരുടെ ആ സുരക്ഷിതത്വ ബോധവും സഹായാനുഭൂതിയും അവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകും. അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്ത് തന്നെ കേട്ടെ, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, എന്തിനും തൊഴിൽ ചെയ്യുന്നവരെ നാം ബഹുമാനിക്കണം. ഈയിടയ്ക്ക് നമ്മൾ കണ്ട പോയ LDF ഭരണകാലത്ത് കഷ്ടപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് ബുദ്ധിമുട്ട് സ്ട്രെയിൻ എടുത്ത് ബസ് ഓടിച്ചു വന്ന യദു എന്നൊരു ചെറുപ്പക്കാരന് കാരുണ്യമില്ലാത്ത രീതിയിൽ ഒരു പാവാട പ്രായത്തിൽ മേയറായ ഒരു പെൺകുട്ടിയും അതിൻ്റെ ഭർത്താവും കൂടെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ പാവം പിടിച്ച് ആ ഡ്രൈവറെ ജോലിയിൽ നിന്നും ഇറക്കിക്കളഞ്ഞു. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി കാരണം പെണ്ണാണ്. ആര്യ രാജേന്ദ്രൻ കംപ്ലൈൻറ്റ് ആരോടെ ചെയ്യുന്ന ഗതാഗത വകുപ്പിനോടും നല്ല പാർട്ടിയോടാണ് ചെയ്തത്. ആ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ല, കാരണം സ്ത്രീയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനായി അങ്ങനെ കൂടുതൽ ശ്രദ്ധ കലിക്കും. ഇത്ര വൃത്തികെട്ട അലങ്കോലങ്ങൾ ഉള്ളൊരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ഞാനത് അത്ര ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അതിന് ആര്യ രാജേന്ദ്രനുള്ള ശിക്ഷ ഈശ്വരൻ കൊടുക്കും വൈകാതെ. അത് ഇഞ്ചായിട്ട് അനുഭവിച്ച് അതും മരിക്കത്തുള്ളൂ. കാരണം ഒരു വീട്ടിലെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട ഒരു പരിപാടിയാണ് ആ ആര്യ രാജേന്ദ്രൻ അന്ന് കാണിച്ചത്. വെറും ചെറ്റത്തരം ഒപ്പം കൂടെ നിന്ന പോഴനായ ഭർത്താവും, അതും ജനപ്രതിനിധിയാണ്, MLA. ഇങ്ങനെയുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത്. ഇവരെയൊക്കെ ഇങ്ങനെയുള്ള കാണ്ടാമൃഗങ്ങളെ അതിജീവിച്ച് ഒരു ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ തന്നെയും അത് അവർ പഠിച്ചതേ പാടൂ. പോട്ടെ, നമ്മൾ ഓരോ യാത്രക്കാരനും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സുരക്ഷിതമായി നമ്മുടെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്ന ഈ ഡ്രൈവേഴ്സിന്, കണ്ടക്ടറിന്, ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സന്തോഷമായി ഒരു പുഞ്ചിരിയും, കൊള്ളാം, ഡ്രൈവിംഗ് നന്നായിരുന്നു, ഞങ്ങൾ സുരക്ഷിതരായിരുന്നു എന്നൊരു വാക്ക് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് കോടി രൂപയോടും സന്തോഷിപ്പിക്കുന്ന ഒരു അവസ്ഥ അവരിലുണ്ടാകും, അവരുടെ മനസ്സിലുണ്ടാകും. അവർക്ക് ആ ജോലിയുടെ ഉത്സാഹം കൂടും. നമുക്ക് ഒത്തിരി KSRTC ജീവനക്കാർ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല പ്രവൃത്തികളുണ്ട്. പല രോഗികളും സഡനായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഒത്തിരി കഥകളുണ്ട്. അവരൊക്കെ കുറിച്ച് നമ്മൾ സ്മരിക്കണം. എല്ലാവരും ഇവരെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. അവർക്ക് ആയുസ്സും ആരോഗ്യവും നല്ല മനസ്സിൻ്റെ ഉടമകൾ എന്നുമായിരിക്കാൻ വേണ്ടി നമുക്കെല്ലാം ഈശ്വരനോടും ഒന്ന് ധ്യാനിക്കാം. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.